സാധാരണക്കാരന്റെ കയ്യിലുള്ള സമ്പത്ത് കുറയുകയാണ്. 6% ഉണ്ടായിരുന്ന അവന്റെ കയ്യിൽ 50% മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആകെ സമ്പത്ത് 6%. അതിപ്പോ 2.8 ആയിട്ടുണ്ടെന്നാണ് സാമ്പത്തിക സർവേ സൂചിപ്പിക്കുന്നത്. അത് ഈ പറയുന്ന സാധാരണ കർഷകർ ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ സമ്പത്തിന്റെ കണക്കാണ്. ഈ റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള ഈ കർഷക ജനത ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ സമ്പത്തിന്റെ 50% വരുന്നവർ ഇവരൊക്കെയാണ്. അപ്പൊ അവരുടെ കയ്യിലെ സമ്പത്ത് 6% നിന്ന് 2% കുറയുമ്പോൾ കോർപ്പറേറ്റുകളുടെ സമ്പത്ത് 16% നിന്ന് 30% വർദ്ധിക്കുന്നു. 1% കയ്യിലാണ്. 10% കയ്യിൽ ഏതാണ്ട് 75% സമ്പത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് കണക്ക്. ഈ രാജ്യത്ത് ആകെ 100 രൂപയുണ്ടെങ്കിൽ 75 രൂപയും ഈ രാജ്യത്തെ 10 പണക്കാരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ തരത്തിലേക്ക് ഈ സാമ്പത്തിക അസമത്വ വൈറസ് വർദ്ധിക്കുന്നത് ഇതുപോലെ പിന്തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളിലൂടെയാണ് എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ടാകണം. ഇത് കിസാൻ സഭ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം കേവലമായി കർഷകരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന് കരുതിക്കൊണ്ടല്ല ഈ രാജ്യം, ഈ നാട് ഏറ്റെടുത്ത് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന് ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾക്കെതിരായി, അതിൽ കോൺഗ്രസും BJPയും പിന്തുടരുന്ന ഈ നവ ലിബറൽ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായി ഇടതുപക്ഷം ഉയർത്തുന്ന ബദൽ, ആ ബദൽ തിരിച്ചറിഞ്ഞ്, ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ അനാഥമാക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണ രാഷ്ട്രീയവും പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ പോരാട്ടത്തിന് കിസാൻ സഭ നേതൃത്വം കൊടുക്കുമ്പോൾ ആ സമരത്തോടൊപ്പം ഈ നാട് ഒന്നാകെ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. അത് പ്രധാനമാണ്. കർഷകനെ സംബന്ധിച്ച് അവന്റെ ഏക വരുമാനം എന്നത് കാർഷിക വൃത്തിയിൽ നിന്നുള്ള വരുമാനമാണ്. കാർഷികപരമായ ഒരു വരുമാനവും ഈ കർഷകനുണ്ട്. അവന്റെ വീട് നിർമ്മാണത്തിന്, അവന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്, അവർക്കുള്ള ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ അവന്റെ ചുറ്റും നടക്കുന്ന ചില വിഷയങ്ങളിൽ ഇടപെടുന്നതിനൊക്കെ ആവശ്യമുള്ള സമ്പത്ത് അവൻ കണ്ടെത്തുന്നത് ഈ കാർഷിക വൃത്തിയാണ്. എന്നാൽ ഇന്ന് ഈ കാർഷിക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിനൊന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ് കർഷകർ പൊതുവെ നേരിടുന്ന പ്രശ്നം. അതുതന്നെയാണ് റബ്ബർ മേഖലയിലെയും പ്രശ്നം എന്ന് പറയുന്നത്. കർഷകരോടുള്ള സ്നേഹം തുടങ്ങണം എന്ന അഭ്യർത്ഥനയാണ് കർഷക സംഘടനകൾ പൊതുവെ നടത്തുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പറ്റും. നമ്മുടെ രാജ്യത്ത് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പണ്ട് നമുക്ക് MRTP ഉണ്ടായിരുന്നു. MRTP എന്ന് പറഞ്ഞാൽ ഈ മൊണോപ്പൊളി റെസ്പെക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയും. ഈ കുത്തക നിയന്ത്രണത്തിനൊക്കെ ഉള്ള ഒരു നിയമമായിരുന്നു അത്. അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്തു, അതിനെ ഒന്ന് പുനഃസ്ഥാപിച്ചിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നു. ആ കോമ്പറ്റീഷൻ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപനം നിലവിൽ വന്നത്. നമ്മുടെ വിപണിയിൽ നടക്കുന്ന ഇടപാടുകൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഇടപാടുകൾ, വിപണിയിൽ നടക്കുന്ന ഇടപാടുകൾ മാന്യത അടിസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ഈ വിപണിയിലുണ്ടാകുന്ന ഇടപാടുകളിലെ പരാതി പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ.